അർജുൻ ആയങ്കി അറസ്റ്റിൽ കണ്ണൂരിൽ നിന്നും ഡിഐജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അർജുനെ പിടികൂടിയത്. വിവരങ്ങളുമായി സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, എപ്പോഴായിരുന്നു സംഭവം? നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളടക്കം പോലീസിനെ അടക്കം വെല്ലുവിളിച്ച കേസ് നിലനിൽക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ. അതുപോലെ തന്നെ കോതമംഗലം പോലീസുമായി ബന്ധപ്പെട്ട് പോലീസുകാരെ വെല്ലുവിളിച്ച കേസ്, അത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസാണ് നിലനിൽക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശരണ്യ, പുലർച്ചെ 2:30 അർജുൻ ആയങ്കിയെ പോലീസ് പിടികൂടുന്നത്. കണ്ണൂർ നഗരത്തിൽ തന്നെ അഭിഭാഷകയുടെ വീടിനടുത്തു വെച്ചാണ് ഡിഐജിയുടെ നേതൃത്വത്തിലുള്ള സംഘം അർജുൻ ആയങ്കിയെ പിടികൂടിയത്. അർജുൻ ആയങ്കിയെ ഓടിച്ചിട്ട് പിടികൂടി എന്നാണ് പോലീസ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. അർജുൻ ആയങ്കിക്ക് വേണ്ടി സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസ് ദിവസങ്ങളായി വ്യാപകമായ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ പലതവണ ഈ അർജുൻ ആയങ്കി സോഷ്യൽ മീഡിയ വഴി പോലീസിനെതിരെ പ്രകോപനപരമായ പോസ്റ്റുകൾ തുടർച്ചയായി ഇട്ടുകൊണ്ടിരുന്നു. ഇന്നലെ വൈകുന്നേരം അർജുൻ ആയങ്കി സഞ്ചരിച്ചിരുന്ന കാർ കണ്ണൂരിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിന് പിന്നാലെ കണ്ണൂരിൽ തന്നെ അർജുൻ ആയങ്കി ഉണ്ടാകും എന്ന് പോലീസിനെ ഉറപ്പിച്ചതിന്റെ പിന്നിൽ ഇതിന് ശേഷം വ്യാപകമായി തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് പുലർച്ചെ 2:30 അഭിഭാഷകയുടെ വീടിനടുത്ത് വെച്ച് ഈ അർജുൻ ആയങ്കിയെ പോലീസ് ഇപ്പോൾ പിടികൂടുന്നത്. അർജുൻ ആയങ്കി കോതമംഗലം CIയെ വെല്ലുവിളിച്ചതടക്കമുള്ള 3 കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ നിലവിലുള്ളത്. ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചതിന് പിന്നാലെ അർജുൻ ആയങ്കിയെ ഉടൻ പിടികൂടാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. പല സ്ഥലങ്ങളിലായി അർജുൻ ആയങ്കി അതേസമയം ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പോസ്റ്റുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ മറ്റാരെങ്കിലും ആണോ ഈ ഫോൺ ഉപയോഗിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് സംശയിച്ചിരുന്നു. അതിനിടെ തൃശൂരിൽ വെച്ച് അർജുൻ ആയങ്കി ഉണ്ടായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂരിലും വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. മാത്രമല്ല, ഇന്നലെ കണ്ണൂരിൽ അർജുൻ ആയങ്കിയുടെ 8 സുഹൃത്തുക്കളെ പോലീസ് കരുതൽ തടങ്കലിൽ ഇതുമായി ബന്ധപ്പെട്ടെടുക്കുകയും ചെയ്തിരുന്നു. അർജുൻ ആയങ്കിയുടെയും സുഹൃത്തുക്കളുടെയും ഫോൺ ലൊക്കേഷനുകളും മറ്റുമെല്ലാം പോലീസ് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ കണ്ണൂരിൽ വെച്ച് അർജുൻ ആയങ്കി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അർജുൻ ആയങ്കി നിലവിൽ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലാണ് ഉള്ളത്. അർജുൻ ആയങ്കിക്കെതിരെയുള്ള കേസുകളെല്ലാം തന്നെയും എറണാകുളം ജില്ലയിലാണുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ അർജുൻ ആയങ്കിയെ കണ്ണൂരിൽ നിന്നും എറണാകുളത്തേക്ക് എത്തിച്ച് അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയാണുള്ളത്. അല്ലെങ്കിൽ കണ്ണൂരിൽ തന്നെ അതിനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കണ്ണൂരിൽ തന്നെ കോടതിയിൽ ഹാജരാക്കിയേക്കും. അക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നിലവിൽ കണ്ണൂർ ടൗൺ പോലീസിന്റെ കസ്റ്റഡിയിലാണ്, പോലീസ് സ്റ്റേഷനിലാണ് അർജുൻ ആയങ്കി ഉള്ളത്. ശരൺ. സന്തോഷ്, മൂവാറ്റുപുഴ പോലീസുകാരുടെ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തിന്റെ സ്പെഷ്യൽ അന്വേഷണ സംഘം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു. അർജുൻ ആയങ്കിയുടെ സഹോദരനെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത് അതിനെ ചോദ്യം ചെയ്തിരുന്നു. അത്തരം നടപടികൾക്കൊക്കെ ശേഷമാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയെ കണ്ണൂരിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ഇത് പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ്. കാരണം പിടിക്കാമെങ്കിൽ പിടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കേസുകളിൽ പ്രതിയായ ഒരാൾ പോലീസിനെ വെല്ലുവിളിച്ചത് കേരള പോലീസിന് വലിയ നാണക്കേടുണ്ടായിരിക്കുന്നു. മാത്രമല്ല, ആഭ്യന്തരമന്ത്രിയെ ഉൾപ്പെടെ അർജുൻ ആയങ്കി സമൂഹ മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ചിരുന്നു. അതിനുശേഷമാണ് പോലീസ് ഇത് ഈ അർജുൻ ആയങ്കി അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഇതിലേക്ക്, അതായത് ഏത് വിധേനയും അറസ്റ്റ് ചെയ്യുക എന്നുള്ളതിലേക്ക് എത്തുകയും സംസ്ഥാനത്തൊട്ടാകെ അർജുൻ ആയങ്കിക്ക് വേണ്ടി വലവിരിച്ച പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തത്. അതിന്റെ ഭാഗമായി തന്നെ എല്ലാ ജില്ലകളിലും പ്രത്യേക സംഘങ്ങൾ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്യുന്നതിനായി പരിശോധനകളും തിരച്ചിലുമെല്ലാമായി ഈ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. പ്രധാനമായും കണ്ണൂർ ജില്ലയിലും തൃശൂർ ജില്ലയിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ആയിരുന്നു അർജുൻ ആയങ്കിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ. കാരണം കഴിഞ്ഞ ദിവസം തൃശൂരിൽ ഉണ്ടായിരുന്നു എന്നുള്ള സൂചന ലഭിച്ചെങ്കിലും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആയങ്കിയുടെ സഹോദരൻ അഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ പാലക്കാടേക്ക് പോയിട്ടുണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാടും തിരച്ചിൽ വ്യാപിപ്പിച്ചിരുന്നു. ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ സമയത്തെല്ലാം പോലീസ് ഈ തിരച്ചിലെല്ലാം നടത്തുമ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ വീണ്ടും തുടർച്ചയായ പോസ്റ്റുകൾ അർജുൻ ആയങ്കി ഇട്ടുകൊണ്ടിരുന്നു. അത് പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പഴുതടച്ച രീതിയിലുള്ള ഒരു തിരച്ചിൽ പിന്നീട് പോലീസ് ആരംഭിക്കുകയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ കേസിന്റെ അന്വേഷണത്തിനും ഈ തിരച്ചിലിനുമെല്ലാം നേതൃത്വം നൽകിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. ADGPയുടെ പ്രത്യേക നിർദ്ദേശം പ്രകാരം അനുസരിച്ചാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ തിരച്ചിലിന് നേതൃത്വം നൽകിയത്. അതിനെ തുടർന്നാണ് കണ്ണൂരിൽ വെച്ച് ഇപ്പോൾ അർജുൻ ആയങ്കി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്.
ശരി, അർജുൻ ആയങ്കിയാണ് പുലർച്ചെ കണ്ണൂരിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. DIGയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് അർജുനെ പിടികൂടിയിരിക്കുന്നത്. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്.